വന്ദേ ഭാരത് ഉദ്ഘാടന ചടങ്ങിൽ കുട്ടികളെ കൊണ്ട് RSS ഗണഗീതം ചൊല്ലിച്ചതിൽ അന്വേഷണം പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ വകുപ്പ്. ഭരണഘടനാ ലംഘനമാണ് നടന്നത് എന്ന് മന്ത്രി വി ശിവൻകുട്ടി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സ്കൂൾ മാനേജ്മെന്റിനെതിരെ നടപടി വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ആവശ്യപ്പെട്ടു. ദേശഭക്തിയാണ് ഗണഗീതത്തിന്റെ ആശയമെന്നായിരുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ന്യായീകരണം. തീവ്രവാദ ഗാനമല്ലല്ലോ പാടിയതെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ചോദ്യം. മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ. എറണാകുളം എളമക്കര സരസ്വതി വിദ്യാനികേതനിലെ കുട്ടികൾ അവരുടെ സ്കൂളിലെ പാട്ട് പാടുന്നുവെന്ന അടിക്കുറിപ്പോടെയാണ് ദക്ഷിണ റെയിൽവേ ഇന്നലെ വീഡിയോ ആദ്യം പങ്കുവച്ചത്. സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയിൽ കുട്ടികളെ കൊണ്ട് RSSന്റെ ഗണഗീതം ചൊല്ലിച്ചത് ഇതോടെ വിവാദമായി. മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇതിന് പിന്നാലെയാണ് വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചത്. അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി. ഗണഗീതം കുട്ടികളെ നിർബന്ധിച്ച് ചൊല്ലിച്ചതാണോ എന്നതടക്കം പരിശോധിക്കുമെന്ന് മന്ത്രി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഗീതം എങ്ങനെയാണ് കുട്ടികളെ കൊണ്ട് പാടിപ്പിച്ചത്, കുട്ടികളെ നിർബന്ധിച്ചിട്ടാണോ പാടിപ്പിച്ചത്, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിവരം മനസ്സിലാക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു റിപ്പോർട്ട് വിദ്യാഭ്യാസ ഡയറക്ടറോട് നൽകുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുള്ളത്. സ്കൂൾ മാനേജ്മെന്റിനെതിരെ നടപടി വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ഈ കാര്യങ്ങളിൽ ഈ കുട്ടികളെ ഉപയോഗിക്കാൻ ആരാണ് തീരുമാനമെടുത്തത്? ഈ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി അതിന് ആരാണ്, ഏത് സ്കൂളാണ് ഈ കുട്ടികളെ ഇത്രയും കാര്യങ്ങൾക്ക് വിട്ടുകൊടുത്തത്? റെയിൽവേ ആദ്യം അത് Xൽ നിന്ന് മാറ്റി വീണ്ടും Xൽ വെച്ചിരിക്കുക. അപ്പോൾ അത് സമ്മർദ്ദം കൊണ്ടാണ്. ഔദ്യോഗിക ചടങ്ങുകളെ രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല. ദേശീയഗാനത്തോട് RSSന് പുച്ഛമാണെന്നായിരുന്നു DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജിന്റെ പ്രതികരണം. ദേശീയ ഗാനത്തോട് RSSന് പണ്ടേ പുച്ഛമാണ്. ഏറ്റവും മനുഷ്യത്വരഹിതമായ കാര്യങ്ങൾ നടക്കുന്ന ഒരിടത്ത് ആ ശാഖ ആരംഭിക്കുമ്പോൾ അവർ പാടുന്ന ഗാനം ഈ രാജ്യത്തിന്റെ ദേശീയ ഗാനത്തിന് പകരം വെക്കാൻ ഒരു RSSനെയും അനുവദിക്കുന്ന പ്രശ്നമില്ല എന്നാണ് DYFI പറയുന്നത്. അതേസമയം ഔദ്യോഗിക പരിപാടിയിൽ RSS ഗണഗീതം ചൊല്ലിയതിനെ ന്യായീകരിക്കുകയാണ് BJPയും കേന്ദ്രമന്ത്രിമാരും. ഗണഗീതം എന്ന് പറയുന്ന എല്ലാവരും ഓർക്കുന്നത് വലിയ സംഭവമാണ്. ഇതൊരു ഗ്രൂപ്പ് സോങ് ആണ്. ഇത് ഗീതമായിട്ട് കുട്ടികളുടെ ഗാനമായിട്ടൊരു സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതിനെന്താണ് കുഴപ്പം? ആ കുഞ്ഞുങ്ങൾ നിഷ്കളങ്കമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ആഘോഷമാണ്. അവർക്ക് അന്നേരം അതാണ് തോന്നിയത്, അത് അവർ ചെയ്തു. അത് തീവ്രവാദ ഗാനമൊന്നും അല്ലല്ലോ. വിവാദമായതോടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കിയ വീഡിയോ ദക്ഷിണ റെയിൽവേ Xൽ വീണ്ടും പോസ്റ്റ് ചെയ്തിരുന്നു. റെയിൽവേയുടെ നടപടിക്കെതിരെയും വലിയ വിമർശനമാണ് ഉയരുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.